വീട്ടിൻ്റെ പരിക്കകത്തുനിന്ന് ഞാൻ പുറത്ത് ഇറങ്ങില്ല, വാതിലും തുറക്കില്ല, ഞാൻ ഒന്നിലും ഒപ്പും ഇടില്ല. അവരെനിക്ക് തന്നില്ല, തരൂല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കേസ് കൊടുത്തത്. നിൽക്ക് ചേട്ടൻ ഇറങ്ങും. അവർ പറയണത് ഞാൻ ഒന്ന് പറഞ്ഞു, ഈ വീട്ടിൻ്റെ പരിക്കകത്തുനിന്ന് ഞാൻ പുറത്ത് ഇറങ്ങില്ല, വാതിലും തുറക്കില്ല, ഞാൻ ഒന്നിലും ഒപ്പും ഇടില്ല. കാരണം വെച്ചാൽ 46 വർഷം കൊണ്ട് ഞാൻ കിടക്കുന്നതാണ്. ഞാൻ അതുപോലെ അനുഭവിച്ച വീടാണ്, കഷ്ടപ്പെട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച വീടാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകത്തില്ല. അതുകൊണ്ട് ഒന്നിച്ച് എവിടെയെങ്കിലും ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും എനിക്ക് ഒരു ശകല സ്ഥലവും ഒരു ചെറിയ ഒരു വീടും വെച്ച് തന്ന് ഞാൻ പോയി തരാം. എനിക്കിവിടെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. കുറച്ച് സ്ഥലം, എനിക്ക് ഒരു ചെറിയ കുഞ്ഞു വീട്. അവർ പറയണ നേരത്തെ പറഞ്ഞപ്പം അവർ പോയില്ലാണ്. പക്ഷെ ഇവർ നേരത്തെ പറഞ്ഞിട്ടുമില്ല, അവർ തന്നിട്ടുമില്ല. ഞങ്ങൾ ഒരിക്കൽ കാശുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് കുറച്ച് സ്ഥലം 30 സെൻറ്റ് സ്ഥലം തരാൻ പറഞ്ഞു. ഒരു 50,000 രൂപ കൊടുത്ത് അഡ്വാൻസ് കൊടുത്തിട്ട് പോലും അവർ മേടിച്ചില്ല, സ്ഥലം തന്നുമില്ല, പൈസയും മേടിച്ചില്ല. ഇത് ഇവരാരും തന്ന വീടല്ല. തന്ന വീട് പുള്ളിക്കാരൻ മരിച്ചുപോയി, അവർക്ക് മക്കളുമില്ല. മലപ്പറമ്പിൽ അച്ചായൻ എന്നാണ് പറയണത്. ആ അച്ചായൻ ഇവർക്ക് 10-70 വർഷം കൊണ്ട് ആ അമ്മയ്ക്കും എല്ലാവർക്കും കൂടെ കൊടുത്ത വീടാണ്. എൻ്റെ പെങ്ങൾ വാടകയ്ക്ക് താമസിക്കണ്ട, ഇവിടെ വന്ന് കിടക്കെന്നും പറഞ്ഞ് വീട് വെച്ചു. പക്ഷേ പുള്ളി ആധാരം എഴുതി കൊടുത്തില്ല. പുള്ളി ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന കാരണം വേറെ നല്ല സ്ഥലം നോക്കി എഴുതി തരാമെന്ന് പറയുമ്പോഴാണ് പുള്ളി പെട്ടെന്ന് മരിക്കണേ. അന്നേരം പുള്ളിക്ക് ഇവർക്ക് ആധാരവും കിട്ടിയില്ല. ആ മുതൽ വെച്ച് ഇവർ ലാഭം എടുത്തു. ഇവർ ലാഭം എടുത്തിട്ട് അവരുടെ ആ പുള്ളിക്കാരൻ മരിച്ചപ്പോൾ പുള്ളിയുടെ ഭാര്യ കിടപ്പായി. അപ്പോൾ അവരുടെ നിന്ന് എല്ലാ സ്വത്തും കയ്യൊപ്പിട്ട് എല്ലാ സ്വത്തും ഇവർ മേടിച്ചെടുത്തു. അപ്പം ഞങ്ങൾക്ക് 27 സെൻറ്റ് സ്ഥലവും വീടും തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. കാരണം അതിർത്തി മുഴുവൻ അളന്ന് പിടിച്ച് കെട്ടി വെച്ചതാണ്. 27 വേണ്ട, 37 വേണ്ട. ഞാൻ എന്നിട്ടും വായ തുറന്ന് പറഞ്ഞു, എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം താ, എനിക്കൊരു കുഞ്ഞു വീട് വയ്ക്കാൻ എനിക്ക് കുറച്ച് കാശ്, എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം നമ്മൾ, എനിക്ക് 27-30 വേണ്ട എന്ന് പല പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ട് ഞാൻ സംസാരിച്ചതാണ്. എന്നിട്ട് പോലും അവരെനിക്ക് തന്നില്ല, തരൂല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കേസ് കൊടുത്തത്. ഇത് 2010 മുതലുള്ള കൊടുത്ത കേസാണ്. ആ കേസ് ഇതുവരെ ഇത്രയും നാളായിട്ട് അവർ അപ്പീൽ പോവുകയോ ഒരു മൂവ്മെൻറ്റ് നടത്തുകയോ ചെയ്തിട്ടില്ല. ഇപ്പം ഫൈനൽ വിധി എന്ന് പറഞ്ഞാൽ സബ് കോടതി വിധിയാണ്. ഡെലിവറി അതായത് ഒഴിപ്പിച്ച് ഡോർ ബ്ലോക്ക് ചെയ്യുക, പുതിയ പൂട്ടി ലോക്ക് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിട്ടേക്കാണ്. നമുക്ക് ആ ഉത്തരവ് നടത്തിയേ പറ്റുള്ളൂ, നമുക്കത് നടത്താതിരിക്കാൻ പറ്റില്ല. കാരണം സബ് ജഡ്ജ് അതിനുള്ള ഓർഡർ ഇട്ട് കഴിഞ്ഞു. അപ്പം മറ്റൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി തന്നെ, ഞാൻ കോടതി ജീവനക്കാരനാണ്. എനിക്കിപ്പോൾ തന്നേക്കുന്ന ഉത്തരവ് പാലിച്ചേ പറ്റുള്ളൂ. ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവിടെ ആര് തടസ്സം നിന്നാലും നമുക്കത് ചെയ്യാതെ പോകാൻ പറ്റില്ല.